ഹലോ ഫ്രണ്ട്സ്, ഓപ്പൺ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആസ് യൂഷ്വൽ ഞാൻ പിള്ളേരെയും കൊണ്ട് സ്കൂളിലേക്ക് വന്നതാണ്. പിള്ളേർ സ്കൂളിൽ വിട്ടു. പിന്നെ ഇന്ന് നല്ല വെതറാണ് കേട്ടോ. മേ ബി വൈകുന്നേരം മിക്കവാറും നമ്മൾ പാർക്കിൽ പോകുമായിരിക്കും. പിന്നെ എനിക്ക് ആനുവൽ ലീവാണ് 1 വീക്ക്. അപ്പം 1 വീക്ക് എന്നല്ല, 3 ദിവസം ആനുവൽ ലീവാണ്. അപ്പോൾ ആകെ നമുക്ക് ആഴ്ചയിൽ 3 ദിവസമാണല്ലോ ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ 3 ദിവസം ആനുവൽ ലീവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് ഫുൾ നമുക്ക് ആനുവൽ ലീവ് കിട്ടും. അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ആനുവൽ ലീവൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ വീട്, സ്കൂള് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബോറടി ആയിരിക്കും. അപ്പം എനിക്കിപ്പോൾ ഏകദേശം ബോറടിച്ച് തുടങ്ങി. കാരണം കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയല്ലേ. 1 വീക്കായിട്ട് ഞാൻ ഇങ്ങനെ സ്കൂള് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ആഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ഫ്രൈഡേ എൻ്റെ ചേട്ടയുടെയും കൂടി ആനിവേഴ്സറിയാണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ചേട്ടായിക്ക് ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ടീഷർട്ടോ മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ UK വന്നിട്ട് ചേട്ടായി ഞങ്ങൾ ടീഷർട്ട് ഇട്ട് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്നാമത് നമ്മുടെ ഈ പൈസയുടെ ഞെരുക്കം കാരണം ഒരു ടീഷർട്ടോ ഒരു ഷർട്ടോ നമ്മൾ സമാധാനമായിട്ടൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ പോണ കടയിൽ നിന്നും ടീഷർട്ടിന് വലിയൊരു സെലക്ഷൻ കാണാറില്ല. അതുകൊണ്ട് അപ്പം ഇന്ന് ഞാൻ ടീഷർട്ട് എന്തെങ്കിലും നോക്കാനായിട്ട് പോകുന്നത് മറ്റ്ലാനിലാണ്. മറ്റ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൾട്ടയിലൊക്കെ ഉണ്ടായിരുന്ന കടയാണല്ലോ, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അവിടെ ഒന്ന് പോവാം. ഇവിടെ നിന്ന് സ്കൂളിൻ്റെ അടുത്തു നിന്ന് ഏകദേശം ഒരു 1.2 മൈൽസാണ് അങ്ങോട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോവാം. പിന്നെ ചേട്ടായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുവാണ്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം അതിങ്ങനെ സർപ്രൈസ് ആയിട്ട് വെക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. നാടകമൊന്നും എനിക്കറിയില്ല. എന്തായാലും ചേട്ടായി ഉറങ്ങുവാണല്ലോ. ഒത്തിരി ലേറ്റ് ആവാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ ഓക്കെ. വൺസ് നമ്മളൊന്ന് ഡ്രൈവിങ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാട്ടോ ഡ്രൈവിങ്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വെച്ച് ഒത്തിരി അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടില്ല. ചേട്ടായി നമ്മൾ പണ്ടൊരു 2018 സെൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡ്രൈവിങ്ങിൻ്റെ ബേസിക് പഠിച്ചു. പിന്നെ ചേട്ടായി ഞങ്ങൾ പൂന്താനത്ത് നിന്ന് വെള്ളിമടുത്തേക്ക് പോണ വഴിക്ക് ആ ഒരു രാത്രി സമയത്ത് മാത്രം ഒന്ന് ചേട്ടായി ഉറങ്ങുന്ന സമയത്ത് നിന്ന് വണ്ടി ഓടിക്കുന്നുള്ളത് ഒഴികെ അല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാനിവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ഞാനൊന്ന് ഡ്രൈവിങ് ചെയ്യുന്നതും അതിൻ്റെ ഒരു രസം എന്താണെന്നൊക്കെ ഞാൻ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെന്താ, ഞാനെൻ്റെ ലൈസൻസ് ഇവിടെ കൺവേർട്ട് ചെയ്യാണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് ലേറ്റ് ആവാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ, ഇവിടെ ടൗൺ അല്ലെങ്കിലും ഈ ഒരു റൂട്ടിൽ, ഈ ഹൈക്കം റൂട്ടിൽ എപ്പോഴും ഒരു ട്രാഫിക് ഉണ്ടായിരിക്കും കേട്ടോ. എപ്പോഴും അതങ്ങനെ ആയിരിക്കും. പക്ഷെ നമുക്കതെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ ഇപ്പം നമ്മൾ അറിയണ വഴികളിൽ കൂടെയൊക്കെ ഞാൻ ചേട്ടായി വരാതെ തന്നെ വണ്ടി എടുത്ത് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ സ്ഥലത്തെ കൂടെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഒരു ധൈര്യം. അല്ലെങ്കിൽ എപ്പോഴും ചേട്ടായി എൻ്റെ സൈഡിൽ ഇരിക്കണമെന്ന് എനിക്കൊരു ധൈര്യം. കാര്യം ശരിയാണ്, നമ്മൾ ഈ റീൽസിൽ കാണും പോലെ കെട്ടിയവന്മാർ ഡ്രൈവിംഗ് ഓടിപ്പിക്കാനിരുന്ന ഭയങ്കര തെറിയും പടയൊക്കെ ആണെങ്കിലും ചേട്ടായി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് ഡ്രൈവിങ് പഠിച്ചതെന്ന് എനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ കാര്യം. അന്ന് പണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോഴൊക്കെ അതെ, രാത്രി ഒരു അരമണിക്കൂർ ബൈക്കിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ 2 ഷോൾഡർ ഇങ്ങനെ ചുമന്നിരിക്കും. ബാക്കിൽ നുള്ളിപ്പറിച്ചിട്ട് ഓരോ മിസ്റ്റേക്സിന് ഓരോ നുള്ളാണ് തോളയിൽ എൻ്റെ അമ്മേ. പക്ഷേ ഇപ്പം അതൊക്കെ ഓർക്കുമ്പം എന്താ അതൊക്കെ അന്നൊക്കെ അങ്ങനെ ചെയ്തത് നന്നായി. പക്ഷേ ഒത്തിരി വഴക്ക് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ബ്രോക്കഡ് ആവും കേട്ടോ. ഒത്തിരി ഇരുന്ന് കഥയൊക്കെ ചെയ്യാം. വണ്ടി ചേട്ടായി പറയും, വണ്ടി നിർത്ത്, നിന്റെ കരച്ചിൽ കഴിഞ്ഞിട്ട് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്തു പോയാൽ മതി എന്നൊക്കെ. പക്ഷേ അവിടെ നിന്ന് അന്നൊന്നും അങ്ങനെ മടിക്കാതെ ഞാൻ എടുത്തു പോയത് കൊണ്ടൊക്കെ എനിക്കത് ഭയങ്കര രക്ഷയായി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഡ്രൈവിങ് പഠിച്ചാൽ പിന്നെ നമുക്ക് ക്രേസാണ്, സെറ്റാണ് നമ്മൾ, ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ലൈന് മിസ്സായി പോയിട്ട്. പക്ഷെ ഞാൻ റൈറ്റ് നിൽക്കേണ്ടിടത്ത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് നിന്ന് ചെറിയൊരു അബദ്ധം കാണിച്ചു. പക്ഷേ വീണ്ടും മുന്നിലേക്ക് പോയപ്പോൾ എനിക്ക് വേറെ റൈറ്റ് കാണിച്ചു. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് റൈറ്റ് ലൈനിലേക്ക് മാറി അങ്ങനെ ഇവിടെ വന്നെത്തി. ഓക്കെ, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെയുള്ള സിഗ്നലുകളെ ലൈനുകളെയൊക്കെ ഓവർകം ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വെപ്രാളം ഉണ്ട് എനിക്ക്.
അങ്ങനെ ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇച്ചിരി വിലയാണ്, നമ്മുടെ അവിടത്തേനെ അപേക്ഷിച്ച് പൗണ്ടിലും കൂടി ആകുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി വിലയാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും, ഒരു പ്രിൻ്റുള്ളൊരു ടീഷർട്ടാണ് മേടിച്ചത്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഒത്തിരി ഡിസ്കൗണ്ട് സെയിലുകളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഡിവൈഡ് സെറ്റിന് 10-12 പൗണ്ട് അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഡിവൈഡ് സെറ്റൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ നേരെ തിരിച്ചു പോകണം. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടീഷർട്ട് മാത്രമല്ല. അപ്പം അതെല്ലാം കൂടി ഒരു ഗിഫ്റ്റ് പാക്കറ്റിലാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമെന്ന് ഓർത്തുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ ഫാർ ബെറ്ററാണ് വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ മാൾട്ടയിലും അതെ, മാൾട്ടിനേക്കാളും സുഖമാണ് കേട്ടോ ഇവിടെ വണ്ടി ഓടിക്കാൻ. കൃത്യമായ ലൈനുകളും കാര്യങ്ങളും സിഗ്നലുകളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ മാൾട്ടയിൽ ഡ്രൈവിങ് റൗണ്ട് അബൌട്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മളൊന്ന് ശീലമായതുകൊണ്ട്, ചേട്ടയുടെ സൈഡിലിരുന്നിട്ടാണല്ലോ നമുക്ക് ശീലമാണല്ലോ. പിന്നെ ചേട്ടയുടെ ട്രെയിനിങ്ങും എല്ലാം കൂടി ആയതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ഓക്കെയാണ് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഒരുപാട് വൈകാതെ തന്നെ കാണാം. അപ്പം ഓക്കെ, ബൈ. ടു ബി ഫ്രാങ്ക് ഞാൻ പറയട്ടെ, ആകെ 16 പൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ കേട്ടോ. 16 പൗണ്ടായി ഈ ടീഷർട്ടിൻ്റെ. അങ്ങനെ ആയത് അറിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. ദാരിദ്ര്യം, ശോകം, എന്താല്ലേ.